ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സ്വീറ്റ് ഡിഷിൻ്റെ റെസിപ്പിയും കൊണ്ടാണ്. നല്ലൊരു നോർത്ത് ഇന്ത്യൻ സ്വീറ്റായ മലായ് റോളാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. നമുക്ക് എപ്പോഴും വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ റെസിപ്പി ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്വീറ്റാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണ്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുള്ള വിശ്വാസത്തോടെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ് കേട്ടോ അത്. അതുപോലെ വളരെ സിമ്പിളായിട്ടാണ് നമുക്കിത് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഒരു സോസ് പാനിലേക്ക് ഞാൻ 1.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ടുകൊടുക്കുക. പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇപ്പൊ ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് ഈ പാലൊന്ന് കുറുക്കിയെടുക്കണം. ഇത് നമുക്ക് ബ്രെഡ് റോൾ ഉണ്ടാക്കിയതിന് ശേഷം അതിന്റെ മുകളിൽ ഒഴിക്കാനുള്ളതാണ് കേട്ടോ ഈ പാലിന്റെ മിക്സ്. നമുക്കിത് പകുതിയാകുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് 2 ഏലക്ക കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും അവർ നോർത്ത് ഇന്ത്യൻസ് ഇതിലേക്ക് സാഫ്രൺ ആണ് ചേർക്കാറുള്ളത്. അപ്പൊ സാഫ്രന്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ അത് ചേർക്കുക, അല്ലാത്തവർ ഇതുപോലെ ഏലക്കായി ചേർത്താൽ മതി. എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം ഏലക്കായിന്റെ ഫ്ലേവർ ആണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഒരുപാട് അങ്ങോട്ട് കുറുക്കണ്ട, എന്നാലും കുറച്ചൊന്ന് തിക്കാവോളം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പൊ ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് റെഡിയാക്കാം. ഒരു പാനിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടെടുത്തിട്ടുണ്ട്. മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാല്, കുറച്ച് റിച്ച് ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ അത്. പാലും പാൽപ്പൊടിയും ബട്ടറൊക്കെ ചേർന്നിട്ടുള്ള. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് ചെയ്യാനിട്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി. ഇതിലേക്ക് 1/2 കപ്പ് പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. ഇത് നിങ്ങൾ എത്ര ബ്രെഡ് സ്ലൈസ് എടുക്കുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിന്റെ അളവിൽ വ്യത്യാസം വരുത്താം കേട്ടോ. ഞാനൊരു 5-6 സ്ലൈസ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു അളവിന് ഇത്രയും മതിയാവും. ഇത് ചെറിയ തീയിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. അപ്പൊ നമുക്കിതുപോലെ തിക്കായിട്ട് തന്നെ കിട്ടും. ശരിക്കും ഇത് കഴിക്കണമെങ്കിൽ ഒരു പേടന്റെ ഒക്കെ ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മളിതിങ്ങനെ കഴിക്കുകയാണെങ്കിൽ. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. ഞാനൊരു 5 സ്ലൈസ് എടുത്തിട്ടുണ്ട്. വൈറ്റ് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്കിതിന്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പൊ അതിന്റെ സൈഡ് ഉണ്ടെങ്കിൽ നമുക്ക് റോൾ ചെയ്യുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല. ടേസ്റ്റിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല സൈഡ് ഉണ്ടെങ്കിലും. അപ്പൊ നമുക്ക് ആ ബ്രൗൺ ഭാഗമൊന്ന് കട്ട് ചെയ്ത് മാറ്റിക്കളയാം. അപ്പൊ നിങ്ങൾക്ക് എത്രണ്ണം വേണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ എടുക്കുക കേട്ടോ. നമുക്ക് ബ്രെഡ് ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്വീറ്റാണിത്. അപ്പൊ നിങ്ങൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ബ്രെഡിന്റെ ഇത് നമ്മൾ മാറ്റിയത് നിങ്ങൾ കളയൊന്നും വേണ്ട. ഒന്ന് പൊടിച്ചിട്ട് ഇതൊന്ന് നമുക്ക് വറുത്തിട്ട് എടുത്ത് വെച്ചാൽ മതി. നമുക്ക് ബ്രെഡ് ക്രംസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാതെ. ഇനി ഇതുപോലെ ഓരോ സ്ലൈസ് എടുത്തിട്ട് നമുക്ക് നമ്മുടെ ചപ്പാത്തി റോളർ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കുക.
ഒന്ന് പ്രസ് ചെയ്തിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ബ്രെഡ് ഒന്ന് കട്ടി കുറയും ചെയ്യും, കുറച്ച് തിന്നായിട്ടിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് റോൾ ചെയ്യാം. നമുക്ക് എല്ലാ സ്ലൈസും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും നമുക്ക്. നമുക്ക് എല്ലാം ഇതുപോലെ ചെയ്യാം. ഇനി നമുക്കൊരു ബൗളിൽ കുറച്ച് പാലെടുത്തിട്ട് ഓരോ ബ്രെഡ് സ്ലൈസ് ഒന്ന് ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. അപ്പം നമ്മൾ റോൾ ചെയ്യുന്ന സമയത്ത് സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ നമ്മൾ റോൾ ചെയ്യുമ്പോൾ ബ്രെഡ് പെട്ടെന്ന് പൊട്ടിപ്പോവും. അതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ പാലൊക്കെ ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ പാൽപ്പൊടിൻ്റെ മിക്സ് നമുക്ക് ഓരോ ബ്രെഡ് സ്ലൈസിലേക്കും വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. നല്ല ടൈറ്റായിട്ട് തന്നെ റോൾ ചെയ്തെടുക്കുക. ബ്രെഡ് പാലിൽ നമ്മളൊന്ന് മുക്കിയെടുത്തതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ റോൾ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് മാറ്റി വെക്കാം. ബാക്കിയുള്ള ബ്രെഡ് സ്ലൈസും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. പൊട്ടി പോകണേ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. നല്ലൊരു നോർത്ത് ഇന്ത്യൻ സ്വീറ്റ് ആണ് കേട്ടോ അത്. എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റ് ആണത്. അപ്പൊ സാഫ്രൺ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ചേർക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ ഏലക്കൈന്റെ ഫ്ലേവർ ചേർത്താൽ മതി. അങ്ങനെ നമുക്ക് ഓരോ ബ്രെഡ് റോളും റെഡിയാക്കി എടുക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നത്. ബ്രെഡും പാലും തന്നെ നല്ലൊരു കോമ്പിനേഷനാണ്. അതിൻ്റെ കൂടെ ഇങ്ങനെയും കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണത്. ചെയ്തെടുത്തിട്ടുള്ള റോളൊക്കെ നമ്മളൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്കിതുപോലെ നിരത്തി വെക്കാം. ഇതിന്റെ മുകളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പാലിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ബ്രെഡ് റോള് മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇതിൽ കിടന്നിട്ട് നല്ല സോക്കായിട്ട് നമ്മളെ ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മൾ കഴിക്കുന്ന സമയത്ത്. ഇതിന്റെ കുറച്ച് ബദാമിന്റെ സ്ലൈസും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ബദാമോ പിസ്ത എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. നമ്മൾ ബാക്കിയുള്ള ഞാൻ ആ ഒരു പാൽപ്പൊടിൻ്റെ മിക്സും കൂടെ ഇതിന്റെ മുകൾക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബ്രെഡ് റോൾ ചെയ്യാൻ എടുത്തതിന്റെ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ ഡെക്കറേഷനൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്വീറ്റാണത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മലായി റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.